തൃശൂർ ചേലക്കരയിൽ ചേട്ടൻ അനുജനെ കൊന്നുകളഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അൻസാറിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലയാളി പോലീസ് പിടിയിലാണ്. കെ.ബി. ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, പോലീസ് എന്താണ് പറയുന്നത്? കഴിഞ്ഞ ദിവസമാണ് ചേലക്കര സ്വദേശിയായിട്ടുള്ള അൻസാറിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും സംഭവത്തിൽ ഇന്നലെ സ്വാഭാവിക മരണമെന്ന രീതിയിൽ പറഞ്ഞത് ഇന്ന് ഒരു കൊലപാതകമാണ് എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നത്. വീട്ടുകാരെ വിശദമായിട്ടൊക്കെ ചോദ്യം ചെയ്തവരൊന്ന് മൊഴിയൊക്കെ എടുത്തു. സംഭവത്തിൽ മരിച്ച അൻസാറിന്റെ സഹോദരൻ അൻവറാണ് അറസ്റ്റിലായിട്ടുള്ളത്. വീട്ടിലിരുന്ന് സഹോദരങ്ങൾ തമ്മിൽ മദ്യപാനത്തെ ചൊല്ലി സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കം അത് അടിപിടിയിലെത്തുകയായിരുന്നു. ഏതായാലും ഈ ആദ്യം മുതൽ തന്നെ ഇക്കാര്യത്തിൽ പോലീസിന് നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു. ദുരൂഹത നിലനിൽക്കുന്നുവെന്ന് പോലീസ് സംശയിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രവാസിയായിട്ടുള്ള അൻസാർ കുറച്ചു കാലമായിട്ട് നാട്ടിലുണ്ട്. ഡ്രൈവർ ജോലി ഉൾപ്പെടെ ചെയ്താണ് ഇയാൾ ജീവിച്ചിരുന്നത്. ഏതായാലും ജ്യേഷ്ഠന്റെ ഒപ്പമാണ് ഇയാൾ താമസിച്ചിരുന്നത്. നിലവിലേതായാലും ഈ അൻവർ വീട്ടിലെത്തുമ്പോൾ പലപ്പോഴും ഈ അൻവറും സഹോദര അൻസാറും കൂട്ടുകാരും ഒക്കെ മദ്യപിക്കുന്നത് കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കൂട്ടുകാരുമൊത്ത് അൻസാർ മദ്യപിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതോടുകൂടിയാണ് തർക്കമായത്. പിന്നീട് ബന്ധുക്കളും സമീപവാസികളും ഒക്കെ എത്തി തർക്കം പരിഹരിച്ചു. പക്ഷേ രാത്രിയിൽ ജ്യേഷ്ഠൻ അൻവർ കൂട്ടുകാരുമൊത്ത് വീട്ടിലെത്തിയപ്പോഴും തർക്കവും കയ്യേറ്റവും ഒക്കെ ഉണ്ടായി. ഇതിനിടയിൽ അൻസാറിന് തലയ്ക്ക് പരിക്കേറ്റതായെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അൻവർ തന്നെയാണ് ചേലക്കര പോലീസിനെ ഫോണിൽ വിവരം അറിയിക്കുന്നത്. പോലീസ് എത്തി സമാധാനിപ്പിച്ചു പോരുകയും അൻവറിനോട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും അൻസാർ വീട്ടിനുള്ളിലിരിക്കെ വീട് പൂട്ടി ജ്യേഷ്ഠൻ അൻവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. ഏതായാലും ഈ തലയ്ക്കേറ്റ പരിക്കാണ് ഈ മരണകാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സഹോദരനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് വിശദമായി ഇയാളെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ കയ്യേറ്റ വിവരമൊക്കെ പുറത്ത് വരുന്നത്. ഏതായാലും ഇയാളുടെ സുഹൃത്തുക്കൾക്കും ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെ പോലീസ് സംശയിക്കുകയാണ്. ഇത് കൂടുതൽ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനൊക്കെ ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ അറിയാനാകുകയുള്ളൂ. ശരി, കെ.ബി. ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.